ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഓണത്തിൻ്റെ വിഭവം മൂന്നാമത്തെ എപ്പിസോഡേ. അതിന് വേണ്ടിയിട്ട് ഇന്ന് അവിയലും ഒരു കുമ്പളങ്ങ മോര് കറിയും ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് അവിയൽ ഉണ്ടാക്കേ. അവിയലിന് വേണ്ടിയിട്ട് എല്ലാം 100 ഗ്രാം വെച്ചേ. ചേന അരിഞ്ഞ് ആദ്യം വെള്ളത്തിൽ ഇടണം. എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെക്കാൻ നേരത്ത് മാത്രമേ എടുത്ത് വെക്കാവുള്ളൂ. പിന്നെ അത് അങ്ങനെ കഴിയെടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ പടവലങ്ങ, അത് 50 ഗ്രാമേ ഉള്ളൂ കേട്ടോ. പിന്നെ ക്യാരറ്റ്, പിന്നെ 2 വലിയ പിന്നെ 2 മുരിങ്ങയ്ക്ക, പിന്നെ കുമ്പളങ്ങ ആഷ്കാട്, പിന്നെ മത്തങ്ങ ഇത്രയും വേണ്ടേ. മത്തങ്ങ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞേക്കുന്നത്. കാര്യം ഇതിനകത്ത് വേവ് കുറവ് മത്തങ്ങ അതുകൊണ്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇച്ചിരി കൂടെ വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാം ഒരേ രീതിയിൽ അരിഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി. ശകലം 1 ടീസ്പൂണോളം ഉണ്ടേ. ഇതിനകത്ത് ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറിയില്ലേ, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പോരാങ്കിൽ നമുക്കിടാം. ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ആദ്യം തീ കത്തിച്ചത് ആ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശകലം മതിയേ. കാര്യം ഇതിനകത്ത് വേവ് കൂടുതലുള്ള ചേനയ്ക്ക് മാത്രമേ ഉള്ളൂ. ചേന അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കുന്നേ, കനം കുറച്ച് മതി. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുഴഞ്ഞു പോകരുത്. നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തീ കൂട്ടി കൊടുക്കാം. വലുതായിട്ട് കൂട്ടണ്ട, ഒരു മീഡിയത്തിന് അടുത്ത്. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം. നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ല വലിയൊരു മുറി തേങ്ങ അതിട്ടിട്ടുണ്ട്. ഒരു 6-7 അല്ലി ചെറിയ ഉള്ളി ഇട്ട്, പിന്നെ 2 പച്ചമുളക്. ഇത് നല്ല എരിയുള്ള പച്ചമുളക്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ആക്കിയത്. എന്നിട്ട് ഈ തേങ്ങ ഇനി ഇതിനകത്ത് ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച ജീരകപ്പൊടിയേ. ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കണ്ട. ഇതിനകത്ത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ടേ. പുളിയുള്ള തൈര് എടുക്കാം, പുളി ഇല്ലാത്ത എടുക്കാം. ഇതൊരു അധികം പുളിയും കൂടുതലും ഇല്ല, എന്നാൽ കുറവുമില്ല. ആ രീതിയിലുള്ള തൈരേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല തരിതരിപ്പായിട്ട് അരയരുത്. 1-2 കറക്കം ഒന്ന് കറക്കാൻ മതിയേ. നമ്മുടെ പച്ചക്കറി നോക്കേ, ഒരു 5-6 മിനിറ്റ് ആയി. ചെറിയ തീയിലാണ് കിടക്കുന്നത്. ഞാൻ മീഡിയത്തിൽ ഇട്ട് കൊടുത്തു, പക്ഷേ ഇടയ്ക്ക് ഇളക്കി കൊടുത്തപ്പോൾ അടിയിൽ പിടിക്കുന്ന തുടങ്ങി. അപ്പം ഞാൻ പിന്നെ തീരെ കുറച്ചിട്ടു. ആ ഒഴിച്ച വെള്ളം എല്ലാം പറ്റി, കഷ്ണം എല്ലാം വെന്തിട്ടുണ്ട്. കണ്ടേ, ചേനയാണെന്ന് നോക്കണ്ട, അതെല്ലാം വെന്ത്. ഇനി ഇതിൽ കൂടുതൽ വെന്താൽ ഉടഞ്ഞു പോകും. ഇനി ഇതിനകത്ത് നമ്മൾ ചതച്ചെടുത്തുകൊണ്ട് വന്ന അവിയലിൻ്റെ കൂട്ടില്ലേ, അതിനകത്ത് തൈരൊക്കെ ആയിട്ട് അതിനകത്ത് ഒഴിച്ചിട്ട് കൊടുക്കാം. കാര്യം കൈ വെച്ചെടുത്തില്ലെങ്കിലേ ഇത് തോനെ വെള്ളം ഇനി ഒഴിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് കൈ വെച്ച് തന്നെ വടിച്ചിടണം.
ഒരു തുള്ളി വെള്ളം, നോക്കിയേ, ഒരു തുള്ളി വെള്ളം അതും ഇങ്ങോട്ട് ഒഴിച്ചത്, തുള്ളി. ഇനി ഈ അരപ്പൊന്ന് വേവട്ടെ. ഇനി ഇതിനകത്ത് വേപ്പില ഇടണേ. നമ്മൾ 1 മിനിറ്റ് ഇട്ടില്ലേ, കണ്ടില്ലേ. ഇനി ഇതിനകത്ത് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ മതി, പച്ച വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം, ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് ശകലം കുറവാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എരി, ആ പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളക്. ഇനി ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത കുമ്പളങ്ങയുടെ മോരുകറിയില്ലേ, അത് നോക്കാം. ഇതിവിടെ വച്ചേക്കാം. ഇനി നമുക്ക് കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കേ. അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം കുമ്പളങ്ങ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിനകത്തിട്ട് കൊടുക്കാം. പിന്നെ വലിയ 3 പച്ചമുളക് അതിട്ട് കൊടുക്കാം. പിന്നെ 2 തക്കാളി അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ടേക്കുക. ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില, കുറച്ചുപ്പ്, ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാം. നമുക്കിതൊന്ന് സ്റ്റൗ കത്തിക്കാം. ഇതൊക്കെ ഈസി കറികളെ. അവിയൽ, സത്യം പറയാം, അവിയൽ അരച്ചിട്ട് വേണം അവിയലിൻ്റെ കഷ്ണം വെക്കണമെന്ന്. അത് ചേന ഒഴിച്ച്, ചേനയും പെട്ടെന്ന് വേവും, കാര്യം ചെറുതായിട്ടല്ലേ അരിഞ്ഞിരുന്നത്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വേവട്ടെ, കുമ്പളങ്ങയൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് മസാലയ്ക്ക് റെഡിയാക്കാം. നമ്മളെ കുമ്പളങ്ങ വേവട്ടെ, തിളച്ചിട്ടില്ല, വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് 1 മുറി തേങ്ങ എടുത്ത് ചിരുകി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 5-6 ചെറിയ ഉള്ളിയില്ലേ, സാമ്പാർ ഉള്ളി, അതും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ല മഷി പോലെ അരയണേ, നല്ല പേസ്റ്റായിട്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഇതിനൊരു പാത്രം തൈര്, ഒരു 500 ഗ്രാം, 500 അത്രയൊക്കെ ഉണ്ട്, ഒരു വീട്ടിൽ ഉറയൊഴിക്കുന്ന തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് തൈര് ഈ തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല അരച്ചെടുത്തിട്ട് വരെ അല്ലേ, നമ്മൾ തൈര് ഒഴിച്ച് അരയ്ക്കാവുള്ളേ. നല്ല അരഞ്ഞിട്ടുണ്ട്. ആ പുളിശ്ശേരിക്കുള്ള തൈര് ഇങ്ങോട്ട്. ഇനി ഇത് നല്ല അരഞ്ഞു കഴിഞ്ഞേ. ഇനി ഇതിനകത്ത്
ബാക്കി തൈര് ഇരിക്കുന്നില്ലേ, ഇതിനാവശ്യത്തിന് എടുത്ത് വെച്ച് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് കറക്കാം. ഇത് പുളിയുണ്ട്, പക്ഷെ വലിയ പുളിയില്ല. 2 തക്കാളിയും ചേർത്തിട്ടില്ലേ. ഇതൊന്ന് കറക്കേ. നമ്മുടെ കുമ്പളങ്ങ നോക്കാം എന്തോന്നേ. ഓക്കെ, കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ അണച്ചിടേ. അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കണ്ടേ, ഒന്ന് തണുക്കട്ടെ. നമ്മുടെ കുമ്പളങ്ങ ആവി വരുന്നുണ്ടേ. ഈ അടുപ്പ് കത്തിക്കാം. ഇതൊന്ന് താളിക്കണ്ടേ. ഇത് ചൂടാവട്ടെ. ഇനി നമുക്ക് ഈ അരപ്പില്ലേ, ഈ തേങ്ങ അരച്ചതിനകത്ത് ഞാൻ തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കറക്കിയിട്ടുണ്ടേ. അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം മിക്സിയുടെ ജാറ് കഴിയും, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഇപ്പം പുളിശ്ശേരിക്ക് എത്ര കട്ടി വേണം അതൊക്കെ നമ്മളല്ലേ നോക്കുന്നത്. ഒരു ശക്കലം മതി, ഇത് മതി. അത് മിക്സിയിലൊരു മതിയേ. ഇത് ചൂടായി. ഇത് ഞാൻ തീ അടച്ചിട്ടേക്കേ. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇനി ഇത് അടുപ്പ് കത്തിക്കുക. ഇത് ഇനി തിളയ്ക്കാൻ പാടില്ലേ, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇതൊന്ന് ഉപ്പുണ്ടോ നോക്കാം. നല്ല സ്വാദ്. അപ്പം അത് മതി. വെച്ചിടാൻ നോക്കിയതാണ്, പക്ഷെ വേണ്ട. കറക്റ്റ് ഇപ്പം നല്ല ടേസ്റ്റാണ്. ആ തക്കാളിയുടെയൊക്കെ ഒരു തീ ഒന്ന് കുറച്ച് കൊടുക്കേ. തിളച്ച് പോകരുത്, തിളയ്ക്കരുത്, നല്ല ചൂടാവണം. നമ്മൾ എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മളെ കടുക് ചൂടായി. കടുക് ചൂടായല്ല, പാത്രം ചൂടായി. അതിനകത്ത് എണ്ണ ചൂടായി. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുക് ഒന്ന് പൊട്ടിയിട്ട് നമ്മൾ കടുകെല്ലാം പൊട്ടിയേ. ഇനി ഇതിനകത്ത് ഒരു 3-4 കൊച്ചുള്ളി. ഞാൻ കൊച്ചുള്ളി പതുക്കെ ഇടുന്നുള്ളൂ. അത് ഈ പാത്രം ചെറുതായതുകൊണ്ട് തിളച്ച് വെളിയിലോട്ട് വരും പതഞ്ഞ്. കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് മൂക്കട്ടെ. ഉള്ളിയൊക്കെ ഒന്ന് മൂക്കട്ടെ. ഇനി ഇതിലോട്ട് 2 കൊല്ലമുളകേ. നമ്മുടെ മോരുകറിയുടെ തീ തീരെ കുറച്ചായിട്ട് കൊടുത്തേക്കുന്നു കേട്ടോ. എന്നാൽ തിളച്ചിട്ടുള്ളത് തിളയ്ക്കുകയും ചെയ്യരുത്. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഞാനൊരു നാരങ്ങ പിക്കിള് നാളെ വരും. നല്ല രസമാണ്. വടുകാപ്പുളി നാരങ്ങ കറി നല്ല ഒന്ന് കയറി കാണണേ. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല മൂക്കണം ഉള്ളിയൊക്കെ, എങ്കിലേ ആ കറിക്ക് ആ ടേസ്റ്റ് വരത്തുള്ളൂ. എന്നാൽ കരിഞ്ഞും പോകരുതേ. ഇനി ഇതൊന്ന് അണയ്ക്കാം, അടുപ്പ് അണയ്ക്കാം. അടുപ്പണച്ചു. ഇനി ഇതിനകത്ത് ഒരു 2 തണ്ട്
കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂട് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ തീ ഓഫ്, ഇത് കറിയൊന്നും തിളച്ചിട്ടില്ല, കണ്ട നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇനി ഇതൊന്ന് അടച്ചിങ്ങനെ വെച്ചേക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് നമ്മളുടെ അവിയൽ നോക്കാം. ആദ്യം അതല്ലേ വെച്ചേ. അവിയൽ നല്ല മണം, വെളിച്ചെണ്ണയുടെ പിന്നെ വേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് അവിയലൊക്കെ കഴിക്കാൻ. എന്താ നല്ല സൂപ്പർ ടേസ്റ്റി അവിയലേ. അന്നേരം അവിയൽ ഒഴിക്കാം. ഇനി നമുക്ക് അടുത്ത മോര് കറി എടുക്കാം. ഞാൻ മോര് കറി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നല്ല കുറുത്ത മോര് കറിയാണ്. കുമ്പളങ്ങ തക്കാളിയും കൂടിട്ട്, കുമ്പളങ്ങ മാത്രം ഇടാതെ തക്കാളിയും കൂടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കേ, നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ ഈ കൊച്ചിലെയൊക്കെ കറികളേക്കാളും ഭയങ്കര ഇഷ്ടം പലഹാരമാണ്. ഓണത്തിന് ഞങ്ങളവിടെയൊക്കെ പലഹാരം വീട്ടിൽ ഉണ്ടാക്കും. അത് ഒരാഴ്ച മുമ്പേ ഉണ്ടാക്കും. ചിപ്സ്, അച്ചപ്പം, മുറുക്ക് ഉണ്ടാക്കില്ല, മിക്സർ, അങ്ങനെ എന്തെല്ലാം പല കളിയടയ്ക്ക, അതിലൊക്കെയാണ്. കറികളിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. നമ്മളെ രണ്ടാമത്തെ ഐറ്റം കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവിയലും കുമ്പളങ്ങ മോര് കറിയും റെഡിയായി. ഇനി എന്ത് വേണം ഓണത്തിന്? ഇതിപ്പം 2-3 ദിവസം കൊണ്ട് ഇവിടെ തീരും, 1-2 ദിവസം കൊണ്ട് തീരും. ബാക്കി ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ പിറ്റേന്നത്തേക്ക്. ഇവിടെ പിന്നെ പച്ചക്കറിയുടെ ആൾക്കാരാണ് കൂടുതലും, അതുകൊണ്ട്. പിന്നെ എന്നാലും എൻ്റെ കൂടെ മീനും വേണാതിരിക്കത്തില്ല. മീനും അത്യാവശ്യമാണ്. മീനില്ലെങ്കിൽ ചോറുണ്ണാത്ത ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്ത ഓണവിഭവമായിട്ട് അടുത്ത ദിവസം.